ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മഞ്ഞൾ കൃഷിയെക്കുറിച്ചുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ മഞ്ഞൾ എങ്ങനെ കൃഷി ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാനായി ശ്രമിക്കുക. മഞ്ഞൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ് നമുക്ക് ആദ്യമേ തന്നെ തയ്യാറാക്കി വെക്കാം. കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ മരപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന ചാരവുമാണ് എടുത്തിരിക്കുന്നത്. ചാരത്തിൽ നിറയെ പൊട്ടാഷ് ഉണ്ട്. ചെടിയുടെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് നമുക്ക് നല്ലവണ്ണം മണ്ണ് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത്രയെങ്കിലും ചെയ്ത് നമ്മൾ മഞ്ഞൾ നടുകയാണെങ്കിൽ നമുക്ക് നല്ല മികച്ച രീതിയിലുള്ള വിളവ് തന്നെ ലഭിക്കുന്നതാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം അങ്ങനെയാണ്. നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു വിളവ് കിട്ടുക തന്നെ ചെയ്യും. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മഞ്ഞളിൻ്റെ വിത്താണ്. അതെല്ലാം തന്നെ മുളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ണിൽ നടാം. അതിനു മുന്നേ തന്നെ നമുക്കിതിനെ സ്യൂഡോമോണസ് ലൈനിൽ കുറച്ച് നേരം മുക്കി വെക്കേണ്ടതാണ്. സ്യൂഡോമോണസ് ലൈനിൽ ഒരു അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് തണലത്ത് വെച്ച് അതിൻ്റെ ഈർപ്പം കളഞ്ഞിട്ട് മണ്ണിലേക്ക് നടാവുന്നതാണ്. സ്യൂഡോമോണസിൽ മുക്കി വെക്കുന്നതിലൂടെ ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കൈവരും. ഇനി നമുക്ക് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാവുന്നതാണ്. അതിലാദ്യം നമ്മൾ കരിയിലയാണ് നിറയ്ക്കേണ്ടത്. ഇതിൽ ഏകദേശം അരഭാഗത്തോളം ഞാൻ കരിയില നിറച്ചിട്ടുണ്ട്. കരിയില കുറച്ച് കഴിയുമ്പോൾ എല്ലാം തന്നെ പൊടിഞ്ഞ് താരുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് ഇതിലോട്ട് നിറയ്ക്കാവുന്നതാണ്. നമ്മൾ മഞ്ഞൾ നടാനെടുക്കുന്ന ചാക്കിലായാലും ഗ്രോ ബാഗിലായാലും മറ്റേത് കണ്ടെയ്നറിലായാലും അതിലെല്ലാം നിറയെ ഹോൾസ് ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തണം. കാരണം വെള്ളം കെട്ടി നിന്നാൽ ഇതെല്ലാം ഏത് വിളയായാലും അഴുകി പോകുന്നതാണ്. ഇനി സ്യൂഡോമോണസ് ലൈനിൽ മുക്കി വെച്ച് നമ്മുടെ മഞ്ഞൾ ഇതിലേക്ക് നടാവുന്നതാണ്. ഒരു 3 എണ്ണം ഞാൻ ഇതിൽ നട്ടിട്ടുണ്ട്. കുറച്ച് വലിയ കണ്ടെയ്നറാണ്. മുകൾ ഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ മഞ്ഞളിൻ്റെ വിത്തിനെ നടാവുന്നതാണ്. അതിനുശേഷം കുറച്ച് മണ്ണ് ഉപയോഗിച്ച് നമുക്കിതിനെ മൂടി കൊടുക്കാവുന്നതാണ്. മഞ്ഞൾ നട്ടതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായി കരിയില കൊണ്ടൊരു പൊതയിൽ കൊടുക്കാവുന്നതാണ്. ഗ്രോ ബാഗിലും ചാക്കിലുമൊക്കെയും നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അത് ഡെയിലി നനച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇതിൻ്റെ മണ്ണ് വേഗം കട്ടിയായി മാറുന്നതാണ്. മഞ്ഞളെല്ലാം മുളച്ചു വന്നതിന് ശേഷം നമുക്ക് മാസം തോറും ഇതിൻ്റെ മൂട്ടിലായിട്ട് ചാരമൊക്കെ തന്നെ ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി, കമ്പോസ്റ്റ് എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. കൂടെ പൊതയിലും കൂടി ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ഈ മഞ്ഞൾ കൃഷി എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഒത്തിരി ബിസി ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മഞ്ഞൾ കൃഷി ചെയ്യാവുന്നതാണ്. ഒരു പരിചരണത്തിൻ്റെ ആവശ്യകത ഇല്ലാതെ തന്നെ. ചാരവും ചാണകപ്പൊടിയും ചവറും ഒക്കെ ഉപയോഗിച്ച് നമുക്കൊരു വിഷരഹിത വിളവ് തന്നെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതൊരു 3 മാസം പ്രായമായ മഞ്ഞൾ ചെടിയാണ്. ഇനി ഇതിൻ്റെ മുട്ടിൽ നമുക്ക് വളപ്രയോഗം ചെയ്തു കൊടുക്കാം. അതിന് ഞാൻ ചാണകവും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മൂട് കുറച്ചൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം മണ്ണിലോട്ട് ഇറങ്ങി ചെല്ലുകയുള്ളൂ. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലെ ചവറെല്ലാം ഉപയോഗിച്ച് ഇതിനെ കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് മുകൾ ഭാഗത്തായി അല്പം മണ്ണും കൂടെ ചേർത്ത് നമുക്ക് മൂടാവുന്നതാണ്. അപ്പോൾ തന്നെ ഇതെല്ലാം തന്നെ വേഗം മണ്ണിലോട്ട് അലിഞ്ഞ് ചേരുന്നതാണ്. മഞ്ഞളിൽ കണ്ടുവരുന്ന രോഗങ്ങളെന്ന് പറയുമ്പോൾ കൂമ്പ് ചീയലും അതിലെ ഇലയിൽ മഞ്ഞളിപ്പുമാണ്. കൂമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വിവേറി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ കൂമ്പിലും ഇലകളിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് മാറിക്കിട്ടും. മൂട് ചീയലോ മഞ്ഞളിപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിലെ ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 10 ദിവസത്തിൽ ഒരിക്കൽ കൊടുക്കാവുന്നതാണ്. ഇത് എൻ്റെ വീട്ടിൽ വിളയിച്ചെടുത്ത മഞ്ഞളാണ്. 7-8 മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് മഞ്ഞൾ വിളവെടുക്കാവുന്നതാണ്. മഞ്ഞളിൻ്റെ ഇലകളെല്ലാം തന്നെ ഉണങ്ങി കൊഴിഞ്ഞു വരുന്നതാണ്. അതിനർത്ഥം മഞ്ഞൾ പാകമായി എന്നാണ്. ഗ്രോ ബാഗിലും ചാക്കിലുമുള്ള മഞ്ഞൾ കൃഷി നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. വിളവെടുത്ത മഞ്ഞൾ നമുക്ക് എങ്ങനെ ശരിയായ രീതിയിൽ പുഴുങ്ങി പൊടിച്ചെടുക്കാമെന്ന് നോക്കാം. അതിന് കുറച്ച് വെള്ളം ആദ്യം ചൂടാക്കാൻ വേണ്ടി വെക്കണം. കുറച്ച് വെള്ളം വെച്ചാൽ മതി. മഞ്ഞളിനനുസരിച്ച് മഞ്ഞൾ മുങ്ങിക്കിടക്കുന്ന അത്ര വെള്ളം വേണ്ട. ഒരു ആവി കയറിയാൽ മതിയാകും. ഇതുപോലെ കഴുകി വെച്ചിരിക്കുന്ന മഞ്ഞൾ നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് മഞ്ഞളെല്ലാം തന്നെ. പുഴുങ്ങിയ മഞ്ഞൾ പാകത്തിന് പുഴുങ്ങിയെന്ന് അറിയാനായിട്ട് നമുക്കിങ്ങനെ ഒടിച്ചു നോക്കിയാൽ മതി. വേഗത്തിൽ ഒടിഞ്ഞു വരുന്നതാണ്. ഒരു ഈർക്കിൽ വെച്ച് കുത്തി നോക്കിയാൽ അത് വേഗത്തിൽ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് പാകത്തിന് പുഴുങ്ങിയതാണ് അർത്ഥം. ചൂടാറിയതിന് ശേഷം നമുക്ക് മഞ്ഞളിനെ ഇതുപോലെ ചെത്തി എടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു പാത്രത്തിൽ നിരത്തി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഉണക്കിയെടുത്ത മഞ്ഞളിനെ നമുക്കൊരു മിക്സിയിലിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും മഞ്ഞൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു കുപ്പിയിലോട്ട് മാറ്റി നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. വിഷരഹിതമായ ശുദ്ധമായ മഞ്ഞളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
ഇത് നമുക്ക് കറികളിൽ ഉപയോഗിക്കാവുന്നതാണ്, അതുപോലെ തന്നെ മുഖത്ത് തേക്കാനും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ വീട്ടിൽ പുഴുങ്ങി പൊടിച്ചെടുക്കുന്ന മഞ്ഞളിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞളിൻ്റെ അത്ര നിറമൊന്നുമില്ല. മഞ്ഞൾ മറ്റൊരു രീതിയിൽ പൊടിക്കുന്നത് പച്ചയ്ക്ക് തന്നെ നമ്മൾ ചെത്തിയെടുത്തിട്ട് വെയിലത്തിട്ട് ഉണക്കി പൊടിക്കാവുന്നതുമാണ്. മഞ്ഞളിനെ നമുക്ക് പാലുമായിട്ടോ തൈരുമായിട്ടോ ഇല്ലെങ്കിൽ തേനുമായിട്ടോ ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്കിന്നിൻ്റെ ക്വാളിറ്റി കൂട്ടും, കൂടാതെ സ്കിൻ നല്ല ഗ്ലൈസിങ് ആയിട്ട് മാറുന്നതാണ്. മുഖത്തെ കരിവാളിപ്പും മാറിക്കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു ചെടിയെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. കൃഷി സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്